ഇപ്പം നമ്മൾ ദുബായ് ഒടുമേത്തയിലുള്ള സെൻറ് മേരീസ് കാത്തലിക് ചർച്ചിലാണ് വന്നേക്കുന്നത്. ദുബായിൽ 2 പള്ളിയുണ്ടല്ലേ? ഒന്ന് ജബലയിലും ഒന്ന് ഇവിടെയും. ജബലാൽ തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ലെന്ന് തോന്നുന്നല്ലേ? ഇല്ല, ഇത് ആദ്യ പണ്ടത്തെ പള്ളി. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഇടവകയാച്ചാ ചർച്ചിന്റെ വെബ്സൈറ്റിൽ ഇതല്ലേ കാണുന്നത്? അത് 3.5 ലക്ഷം ആൾക്കാരുടെ മുകളിലുണ്ട് കേട്ടോ ഇവിടെ അംഗങ്ങള്. കൊറേ പേരില്ലേ? ഈ പള്ളിയില് വേറെ കാര്യം ശ്രദ്ധിച്ചോ? ഇതിന് കുരിശൊന്നും കാണുന്നില്ല പള്ളിയുടെ മുകളില്. ഇല്ല, നമ്മുടെ നാട്ടിലെ പള്ളി പോലല്ല, പെട്ടെന്ന് കണ്ടാല് കുരിശൊന്നും കാണുന്നില്ല. നാട്ടിലെ പള്ളിയുടെ ഈ ഫ്രണ്ടിലത്തെ ഭാഗം ഇങ്ങനെ ഉയർത്തിയല്ലേ പണി? അങ്ങനല്ല, ഇതിന് വേറൊരു ശൈലിയല്ല അല്ലേ? പരത്തിയാ. ഇതിന്റെ പുറത്ത് തന്നെ നല്ലൊരു മസ്ജിദും ഉണ്ടല്ലേ? ഒരു മോസ്ക് കാണാം. തൊട്ടടുത്ത് തന്നെ ഗ്രോട്ടോയും. ഈ ഗ്രോട്ടോയുടെ മുന്നിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന കേട്ടോ, മാതാവിന്റെ ഗ്രോട്ടയാണ്. ഈ സൈഡിൽ കാണുന്ന ഇവിടുന്ന് നമുക്ക് കയറിയിട്ട് തിരി എടുക്കാം. എന്നിട്ട് അവിടെ തന്നെ തിരി കത്തിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെയാ. നേർച്ചിടാനുള്ള ബോക്സും അവിടെ തന്നെ ഉണ്ട്. കയറുന്ന സ്ഥലത്ത് തന്നെ നമുക്ക് തിരി എടുത്ത് വെച്ചിട്ടുണ്ടാവും. ആ തിരി അവിടെ നിന്ന് എടുക്കുക, അവിടെ തന്നെ എടുത്ത് കത്തിക്കുക. നിത്യം പിള്ളേരും കൂടെ തിരി കത്തിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അടുത്ത കുർബാനയുടെ സമയമായിട്ടുണ്ട്. അച്ഛനും ശുശ്രൂഷകളും കൂടെ പള്ളിയിലേക്ക് പോകുന്നുണ്ട്. vocation@gmail.com. Family is a Gift will be launched on 14 April 4 p.m. in the Bishop Paul Hinder Hall, Mini Hall. The theme, Strong Foundation, the Legacy of Love, will take about how to build healthy family culture. 1967 ഇവിടെ ആദ്യമായിട്ട് ഒരു പള്ളി പണിയുന്നത്. അന്നേരം പള്ളിയുടെ പേര് ചർച്ച് ഓഫ് അസംഷൻ എന്നായിരുന്നു. പിന്നീട് ആളുകളുടെ എണ്ണം കൂടിയപ്പം കുറെ കൂടി വലിയ പള്ളി ആവശ്യം വന്നു. അപ്പം 1988 ഈ ചർച്ച് ഓഫ് അസംഷൻ പൊളിച്ചിട്ട് ഇന്ന് കാണുന്ന സെന്റ് മേരീസ് ചർച്ച് പണി കഴിപ്പിച്ചു. അത് 1989 ഈ പള്ളി പുതിയ പള്ളി പണി തീർന്ന് വെഞ്ചരിച്ചത്. നോട്ടീസ് ബോർഡിൽ വലത്തേ അറ്റത്ത് കാണുന്നത് ഈ പള്ളിയിൽ നിന്ന് ഈ അടുത്ത ദിവസങ്ങളിൽ കല്യാണം കഴിക്കുന്നവരുടെ ഡീറ്റെയിൽസ് ആണല്ലേ? അതെ അതെ, നാട്ടിൽ വിളിച്ചുകൊടുക്കുന്നതിന് പകരം ഇവിടെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ടാവും. അതെ അതെ. ഇപ്പൊ ഒരു കുർബാന കഴിഞ്ഞു. അപ്പൊ അതിന് വന്ന ആൾക്കാർ പുറത്തേക്ക് ഇറങ്ങുന്നതും അടുത്ത കുർബാന ഉണ്ട് ഉടനെ. അതുകൊണ്ട് ആ കുർബാനയ്ക്ക് വേണ്ടി വരുന്നവരുടെയും തിരക്കായി ഇപ്പൊ കാണുന്നത്. ഇവിടെ ഒരു ഉപകാരം എന്ന് പറഞ്ഞാലേ, ഒരു കുർബാന കഴിഞ്ഞാൽ അടുത്ത കുർബാന വേഗം തന്നെ അടുത്ത കുർബാന ഉണ്ടാവും അല്ലേ? വേറെ ഭാഷയെന്നേ ഉള്ളൂ. നമ്മൾ എപ്പോ വന്നാലും ഏതെങ്കിലും ഒരു കുർബാന കൂടാൻ പറ്റും. മെയിൻ പള്ളിന്റെ ഭാഗം തന്നെ ആയിട്ടുള്ള വേറൊരു ഭാഗമാണിത്. ഈ ചില സമയത്ത് തിരക്കൊന്നും ഇല്ലെങ്കിൽ ഒരേ സമയത്ത് തന്നെ 2 കുർബാന ഉണ്ടാവും. 2 ഭാഗമായിട്ട് തിരിച്ചിട്ടല്ലേ? അതായത് ഇതിന്റെ ഇടയ്ക്ക് കൂടെ ഇങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ട് ഒരു റോൾ ചെയ്തിട്ട് ഭിത്തി പോലെ വരും. അപ്പൊ 2 പള്ളിയാവും ഇത് ആക്ച്വലി. അപ്പൊ ചില സമയത്ത് മെയിൻ പള്ളിയിൽ ഇംഗ്ലീഷ് ആയിരിക്കും, ഈ ചെറിയ പള്ളിയില് സിംഹളയോ അങ്ങനെ വേറെ ഏതെങ്കിലും ഭാഷ ആയിരിക്കും. ഇപ്പൊ 2 സമയത്ത് ഒരേ സമയത്ത് 2 കുർബാന ഉണ്ടാവും. വലിയ തിരക്കുള്ള സമയത്ത് രണ്ടും കൂടെ ഒന്നാകുമ്പോ വലിയ തിരക്കൊക്കെ ആണെങ്കിൽ മലയാളം കുർബാനയൊക്കെ നല്ല വലിയ തിരക്കായിരിക്കും. ആ സമയത്ത് ആ ബോർഡ് പോലത്തെ സാധനം മാറ്റിയിട്ട് സിംഗിൾ ഒറ്റ പള്ളിയാക്കും. ഇത് മെയിൻ പള്ളിയും ഇതും കൂടെ ഒരുമിച്ചാകും. എന്നിട്ട് ഒരേ കുർബാന 2 സ്ഥലത്തും. പിന്നെ ഈസ്റ്റർ ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് ഓപ്പൺ ആക്കി പള്ളിയും ഫുള്ളായിരിക്കും. പുറത്ത് കോർട്ടുകളും മുറ്റത്തും എല്ലാ ആൾക്കാരുണ്ടാവും. ഫുള്ള് വേറെ സ്ക്രീനും വെച്ച് പുറത്തെല്ലാം. അതെ അതെ. ഇതുപോലെയുള്ള സ്ക്രീനുകൾ പല ഭാഗത്തും ഉണ്ട്. അതിൽ ലൈവായിട്ട് പള്ളിക്കുള്ളിലെ കുർബാനയും ശുശ്രൂഷകളും നമുക്ക് കാണാൻ പറ്റും. മിക്കപ്പോഴും നമ്മള് ഈ വിശേഷ ദിവസങ്ങളിൽ ഈ പുറത്തത്തെ സ്ക്രീൻ നോക്കിയാ കാണാറല്ലേ? കാരണം പള്ളിയിൽ സ്ഥലം കിട്ടണമെങ്കിൽ 1 മണിക്കൂറൊക്കെ മുന്നേ നമ്മൾ വന്നിട്ട് സീറ്റ് കിട്ടണം.
അല്ലേ? നമ്മൾ മിക്കപ്പോഴും തന്നെ പുറത്തായിരിക്കും സമയത്താ നിൽക്കുന്നത്. വരാറ്. ഇത് ക്യാൻറ്റീനാണ് കാണുന്നത്. ഇതിൻ്റെ ഇപ്പുറത്തൊക്കെ നമുക്ക് കാണുന്നത് എല്ലാ ഓരോരോ പിന്നെ ഭാഷകളിലുള്ള ഫാദർമാരുടെ റൂമുകളാണ് കാണുന്നത്. അതിൻ്റെ ഇടയ്ക്ക് മതബോധനത്തിൻ്റെ ഓഫീസും ഉണ്ട്. 1966 നമ്മുടെ ആദ്യത്തെ പള്ളിയായ ചർച്ച് ഓഫ് അസംഷൻ പണിയുന്ന സമയത്ത് അന്നത്തെ ദുബായ് റൂളർ നമുക്ക് പള്ളി മണി കൊടുത്തു. അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത് അല്ലേ? അന്നത്തെ റൂളർ ആരായിരുന്നു? അറിയില്ല, വായിച്ചേ. ഇവിടെ എഴുതി വെച്ചേക്കുന്നേ ഹിസ് ഹൈനസ് ഷെയ്ഖ് റാഷിദ് ബിൻ സയ്യിദ് അൽ മക്തൂം. ഉണ്ടല്ലോ മാസ്റ്റർ ക്ലബ്ബ്. ഇവിടെ ഒരു വൺ ഡേ, ഇവിടെ ഇപ്പോൾ ജീസസ് യൂത്തിൻ്റെ വൺ ഡേ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അതാ കുറേ യൂത്തിനെ കാണുന്നത് അവിടെ അല്ലേ? ഇവിടെ വീൽ ചെയർ വേണ്ടവർക്ക് ഇവിടെ വീൽ ചെയർ വെച്ചിട്ടുണ്ടല്ലേ? കയറുന്നിടത്ത് ഉപയോഗിക്കേണ്ടവർക്ക് തിരിച്ചിവിടെ കൊണ്ടുവന്ന് വെച്ചാൽ മതി. പള്ളിയുടെ അപ്പുറത്തെ സൈഡിലും ഉണ്ട് വീൽ ചെയറിൻ്റെ പ്ലേസ് ഉണ്ട്. ഏതൻ്റെ വേദപാഠത്തിന് വന്നിട്ട് അല്ലേ ഇതു രാവിലെ ഏതെൻകുട്ടൻ വേദപാഠത്തിന് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാനൊരു 2 മണിക്കൂർ നേരം ഇവിടെ വെയിറ്റ് ചെയ്യണം ഏതുവിനെ കൂട്ടാൻ വേണ്ടി. ഏതുവിൻ്റെ കുർബാനയും കൂടി ഞങ്ങൾ രണ്ടുപേരുടെ തിരിച്ച് വീട്ടിൽ പോകും അല്ലേ ഏതാപ്പി? അയ്യോ ലിപ്സ്റ്റിക് ആണോ? കാണിച്ചു ഇവക്കൂട്ടി ഇച്ചൂട്ടി കരയുമ്പം വായി വെച്ച് കൊടുക്കാനാ? ഓ ലിപ്സ്റ്റിക് ആണോ? ഇങ്ങനെ ലിപ്സ്റ്റിക് തേക്കണ്ടേ? അയ്യോ എന്തമ്മേ കരഞ്ഞ് കരഞ്ഞ് ചിരിച്ചോണ്ടാണോ കരയുന്നേ? നീ നാക്കിട്ട് ചിരിക്കുവാണോ? അതിലൊന്നും ഇല്ലല്ലേ? നീ കഴിച്ചു തീർത്തല്ലേ? പുതിയ മക്രു ലിപ്സ്റ്റിക് ആണ് ഗൈസ്. യൂട്യൂബ് യുവക്കുട്ടി നീ ഫുൾ ടൈം യൂട്യൂബർ ആയോ? ആണോ? ലിപ്സ്റ്റിക് ആണ് ഗൈസ്. ഗായ്സിനേ ഉള്ളൂ, ഗേൾസിനൊന്നുമില്ല. ആണുങ്ങൾക്കേ ഉള്ളൂ. നീ ഇതിന് വായിലിട്ടിരിക്കുന്നത് എനിക്ക് തോന്നിയില്ലല്ലോ. അതിൻ്റെ മുട്ടായി മൊത്തം കഴിച്ചു കഴിഞ്ഞു. കൊതിച്ച് ബേബി ഫുൾ ടൈം വാ തുറന്നിരിക്കുവാണ്. കൊതിച്ചിക്കുട്ടി കിൻഡർ ജോയ് മതി എന്ന് പറഞ്ഞാൽ അത് മേടിച്ച് കഴിച്ചു. എന്നിട്ട് ഇപ്പൊ നോക്കുമ്പോ ഇവരുടെ അടുത്ത് തീരുന്നേ ഇല്ല. പോയാലോ? എന്നാ വേദപാഠം ഉള്ളത്? എന്നാണ് നെക്സ്റ്റ് വേദപാഠം? കാറ്റഗറിസ് എന്നാ ഇനി? നാളെയോ? നാളെ ഉണ്ടോ? നാളെ ഇല്ല, നാളെ അവധിയല്ലേ? ഞങ്ങളുണ്ടോ കൊടുക്കുവോ അല്ലേ? അവധിയാ, കാറ്റഗറിസ് ഇല്ല. റോബോട്ടിന്റെ കയ്യാ. പോയേക്കാ കുഞ്ഞു പെണ്ണിന് ഓടി കൊതിച്ച് പാറു. അത്താ അത്താ അത്തയോ? ഏതത്താ? നീ ആരാ? കുഞ്ഞിക്കൊര കാണോ കുഞ്ഞിപ്പെണ്ണെ? ഫുൾ ടൈം ഇങ്ങനെ തലേ കയറിയിരിക്കുന്നേ. പോയേക്കാ നമുക്ക് മതി മുട്ടായി തന്നത്. എത്രയാണ് തന്നത്? കൊറേ നേരം മീൻ വെച്ച് അവര് മുട്ടായി കൊടുക്കാൻ വേണ്ടി. നോ മോർ കാൻഡീസ്. Why? Why should I buy? But you also have money. You also have money, no? You have 6 dirham. Oh, 5 dirham. 5? No, 5 dirham ഉള്ളൂ. 1 dirhamന് കൈ 1 dirham എന്താ ചെയ്തേ? അത് നീ ഇവളുടെ എടുത്തേ? എടാ മിടുക്ക ഇവനല്ലേ?
ഇവാക്കുട്ടീനെ വൻതരം എടുത്തിട്ട് അവന്റെ അനക്കാതെ വെച്ചേക്കും അവിടെ. അവൻ പറയും നമുക്ക് അത് മേടിക്കും ഇവാക്കുട്ടീന്ന്. എന്നിട്ട് ഇവാക്കുട്ടി എന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോകും. കളിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാമീന്നാ വിളിക്കുന്നത്. മമ്മി മമ്മി നമ്മൾ പള്ളിയും തിരിച്ചു പോകാൻ വേണ്ടി നോക്കുവാണ്. ഇവിടെ കുർബാനയുടെ സമയക്രമങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അറബിക്, ഇംഗ്ലീഷ്, ഫ്രഞ്ച്, കൊങ്കണി, മലയാളം, സിംഹള, തമിഴ്, തഗലോഗ്, ഉറുദു, അങ്ങനെ കുറേ ഭാഷകളിലുള്ള കുർബാനയുണ്ട്. മേരീസിന്റെ ചർച്ചിന്റെ സ്കൂളാണ് അല്ലേ, ബോയ്സിന്റെ സ്കൂള്. 1968 മുതലുള്ള സ്കൂളാണ്. ഏതെങ്കുട്ടിന് രോഷമാണ്, ഏതെങ്കുട്ടിന് ഗൈസ് എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. നമുക്ക് കേറാം, കേറാം നമുക്ക്. ഇവളല്ലേ നേരത്തെ പറയണം ഞാൻ ഇനി കായ് വായി വെക്കൂലെന്ന്. ഇപ്പൊ ഈ വെക്കുന്ന തന്നെ ആള് കാണുമ്പോ ഇച്ചക്കുട്ടിയല്ലേ, ആള് മാറിപ്പോയോ? തട്ടിപ്പെന്ന് പറഞ്ഞ തട്ടിപ്പാണ് ഈ പെണ്ണിനെ. ഈ കള്ളിപ്പെണ്ണ് ബുളു 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 വെച്ചിട്ട് കൈ വായി വെച്ച് കൊള്ളത്തി പെണ്ണ്.